മൂന്നാം ദിവസവും ഹോർമൂസിൽ ഉപരോധം ശക്തമാക്കി അമേരിക്ക. ഉപരോധം മറികടക്കാൻ ശ്രമിച്ച 10ഓളം ഇറാൻ കപ്പലുകൾ തിരിച്ചയച്ചുവെന്ന് US സെൻട്രൽ കമാൻഡ്. ഉപരോധം മറികടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ശബ്ദ സന്ദേശങ്ങളും US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടു. അതേസമയം ഉപരോധം തുടർന്നാൽ US കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുമെന്ന് മൊജ്തബ ഖമനേയിയുടെ സൈനിക ഉപദേഷ്ടാവ് പറഞ്ഞു. The U.S. has announced a formal blockade of Iranian ports and coastal areas. This is illegal action. All vessels are advised to immediately return to port if leaving and discontinue transit to Iran if that is your next port of call. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുകയാണ്. ഐസൻ, ഉപരോധം ശക്തമാക്കുന്നു അമേരിക്ക. കപ്പലുകൾ ഇറാൻ്റേതാണ് വരുന്നതെങ്കിൽ തിരിച്ചു പറഞ്ഞയക്കുന്നു. അപ്പോൾ ഹോർമൂസ് ഇപ്പോഴും ഒരു യുദ്ധാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് അല്ലേ? കൃഷ്ണ, ഹോർമൂസ് നിലവിലൊരു യുദ്ധാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളിപ്പോൾ കേട്ട US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട ഓഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പ്രദേശങ്ങളിലുള്ള കപ്പലുകളെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്കേഡിനെ മറികടക്കാൻ, പ്രത്യേകിച്ച് ഇറാന്റെ കപ്പലുകൾ ആ ഉപരോധത്തിൽ മറികടക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് കൃത്യമായി തന്നെ ആ മുന്നറിയിപ്പിൽ പറയുന്ന ആ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ മേഖലയിൽ അതിശക്തമായി, പ്രത്യേകിച്ച് ബന്ദർ അബ്ബാസ് പോർട്ടിന്റെ എല്ലാ പരിസരങ്ങളിൽ അതിശക്തമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള പ്രതിരോധം തീർക്കുകയാണ് US സൈനിക സംവിധാനങ്ങൾ എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യം തുടരുമ്പോൾ വീണ്ടും 2 ദിവസത്തിലേറെയായി തുടർച്ചയായി തുടരുന്നു. മൂന്നാം ദിവസം ഇപ്പോൾ ഈ ഉപരോധം തുടരുകയാണ്. 10ഓളം കപ്പലുകൾ ഇത്തരത്തിൽ വന്ന കപ്പലുകൾ ഇന്ന് രാവിലെയും ഒരു കപ്പൽ തിരിച്ചയച്ചു എന്ന റിപ്പോർട്ടുകൾ കോൺഫറൻസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായും ഈ ഉപരോധം മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന കപ്പലുകളെ തടഞ്ഞത് 10ഓളം കപ്പലുകളെ തടഞ്ഞ വിവരവും വിശദമായി നൽകുന്നുണ്ട് US സെൻട്രൽ കമാൻഡ്. അത്തരത്തിലുള്ള വിശദാംശങ്ങളെല്ലാം പുറത്തുവരികയും ചെയ്യുന്നത് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അതിശക്തമായ ഉപരോധം തന്നെയാണ് ഹോർമൂസിൽ തുടരുന്നത് എന്നാണ്. അതേസമയം 2 ദിവസത്തിനുള്ളിൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നൊരു നിലപാട് ഇന്നലെ ട്രംപ് അറിയിച്ചിരുന്നുവെങ്കിലും അതിനോട് ഒരു അനുകൂലമായ നിലപാടല്ല ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതെന്നാണ് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ഹോർമൂസിൽ ഉപരോധം തുടരുകയാണെങ്കിൽ US സൈനിക കപ്പലുകളെ ലക്ഷ്യമിടുമെന്ന ഇറാന്റെ നിലപാട് മൊജ്തബ ഖമനേയിയുടെ ഒരു ഉപദേഷ്ടാവ് കൂടിയായ സൈനിക ഉദ്യോഗസ്ഥൻ നൽകുന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അത്തരത്തിലൊരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും സംഘർഷം ഹോർമൂസിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള അല്ലെങ്കിൽ ഹോർമൂസിൽ സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാകുക. ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിൽ കൂടി ഈ ഒരു സങ്കീർണാവസ്ഥ ഹോർമൂസിൽ നിന്നും ഹോർമൂസ് പൂർണ്ണമായും തുറന്നാൽ മാത്രമേ ചർച്ചകൾക്ക് തയ്യാറുള്ളൂ എന്ന് വളരെ കൃത്യമായി തന്നെ ട്രംപ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ വീണ്ടും ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് ഹോർമൂസ് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കപ്പലുകൾ തിരിച്ചയക്കുന്നു. അതുപോലെ തന്നെ ഇനിയും അത്തരത്തിലുള്ള കപ്പലുകൾ ആ ഭാഗത്തേക്ക് ഉപരോധം മറികടക്കാൻ എത്തുന്ന കപ്പലുകളെ കർശനമായി തടയുന്ന നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത്തരത്തിൽ ഒന്നൊന്നായുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ ഇനിയും ഒരു സംഘർഷ സാധ്യതയിലേക്ക് ഹോർമൂസ് പോകുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി.